PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്ററാണ് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കൂടാതെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് മുന്നത്തെ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. ഇതിനകത്ത് ആദ്യം പറയുന്ന കേസ് ആസിഡുകൾ ലോഹങ്ങളുമായിട്ട്, എല്ലാ ലോഹങ്ങളും അല്ല, പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകത്തിന് ഉണ്ടാകുന്നു. ഇനി ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു. അങ്ങനെ ആസിഡുകൾ പ്രവൃത്തി കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ ഉണ്ടാക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാക്കുന്നത്. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ ആസിഡുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ജലീയ ലായനികളിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തിനെയാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആസിഡിൻ്റെ ബേസികത എന്ന് ചോദിച്ചാൽ, ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തിനെയാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. ബേസികത ഒന്നാണെങ്കിൽ അതിനെ നമ്മൾ ഏകബേസിക ആസിഡ് അഥവാ മോണോബേസിക് ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബേസികത എന്ന് വെച്ചാൽ ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തിനെയാണ്. ബേസികത ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് ഏകബേസിക ആസിഡ് എന്നാണ്. അതായത് HCl, ഇവിടെ ഹൈഡ്രജൻ അയോൺ ഒറ്റ എണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് ഏകബേസിക ആസിഡാണ്. ഇനി ഒരു ആസിഡിൻ്റെ ബേസികത 2 ആണെങ്കിൽ അതിനെ ദ്വിബേസിക ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ അയോണിൻ്റെ എത്ര ആയിരിക്കും? 2 എണ്ണം ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഒരു ആസിഡിൻ്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ ത്രിബേസിക ആസിഡ് എന്നാണ് പറയുന്നത്. കാരണം അവിടെ നമ്പർ ഓഫ് ഹൈഡ്രജൻ അയോൺസിൻ്റെ എണ്ണം 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് H2CO3 ആണ്. അപ്പോൾ അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് ഇത് ഡൈബേസിക് ആസിഡാണ് അഥവാ ദ്വിബേസിക ആസിഡാണ്. HNO3 എന്ന് പറയുമ്പോൾ അത് ഒരു ഹൈഡ്രജൻ അയോൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ഏകബേസിക് ആസിഡാണ്. H3PO4 3 ഹൈഡ്രജൻ വരുന്നുണ്ട്, സോ അതെന്താണ്? അത് ട്രൈബേസിക് ആസിഡാണ് അഥവാ ത്രിബേസിക് ആസിഡാണ്. H2SO4 H2 ആണ്, അതുകൊണ്ട് എന്താണ്? ഡൈബേസിക് ആസിഡാണ്. HCl ആണെങ്കിലോ ഏകബേസിക് ആസിഡ്, ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. H2SO4 നമ്മൾ പറഞ്ഞു, H2SO4ഉം H2SO3യും 2 ഹൈഡ്രജനാണുള്ളത്, സോ ദ്വിബേസിക് ആസിഡാണ്. ഇനി അടുത്ത പോയിന്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ്. അതായത് ലോഹങ്ങളല്ലാത്ത ഓക്സൈഡുകളാണ്. ഇവ പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡ് ഗുണം കാണിക്കുന്നു. അപ്പോൾ ആസിഡ് ഗുണം കാണിക്കുന്ന ഒരു ടൈപ്പ് ആണ് അലോഹ ഓക്സൈഡുകളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ഇവയെല്ലാം ജലവുമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആസിഡ് ഗുണം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫാക്ടറികൾ, മോട്ടോർ വാഹനങ്ങൾ, താപവൈദ്യുത നിലയങ്ങൾ ഇവിടെയെല്ലാം വായു മലിനീകരണ സാധ്യത കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്നുള്ള പുകയിലൂടെ ധാരാളമായിട്ട് അന്തരീക്ഷവായുവിൽ എത്തിച്ചേരുന്നു. ഇത്തരം വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡുകളുമായി ഭൂമിയിലെത്തുന്നു. കാരണം നമ്മൾ പറഞ്ഞു അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിക്കാനുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, അത് ആസിഡ് ഗുണം കാണിക്കുന്നു. ഇങ്ങനെ ആസിഡുകളായി ഭൂമിയിലെത്തുന്ന ഇവയാണ് അമ്ലമഴ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും നൈട്രജൻ ഡൈ ഓക്സൈഡിൻ്റെയും ജലത്തിലുള്ള പ്രവർത്തനമാണ് അമ്ലമഴ ഉണ്ടാക്കുന്നത്. അടുത്തത് ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അലോഹ ഓക്സൈഡുകളെ കേസാണ്. ഇനി ലോഹ ഓക്സൈഡുകളാണെങ്കിൽ ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ നമ്മൾ ആൽക്കലികൾ എന്നാണ് വിളിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെ എന്ത് വിളിക്കും? ആൽക്കലികൾ എന്ന് വിളിക്കും. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ്, അതായത് OH- ആണ് ഹൈഡ്രോക്സൈഡ്,
എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആൽക്കലികൾ എന്ന് പറയുന്നു. അപ്പോൾ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ആസിഡുകൾ ആണെങ്കിൽ ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ ആൽക്കലികൾ എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് ബേസുകൾ, എന്താണ് ആൽക്കലികൾ? എല്ലാ ബേസുകളും എന്തല്ല, ആൽക്കലികളല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. NaOH, KOH എന്നിവ ആൽക്കലികളാണ്. കാരണം എന്താണ്? അവ ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ്. എന്നാൽ AlOH3, കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്നിവ ബേസുകളാണ്, പക്ഷേ ജലത്തിൽ ലയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവയൊന്നും ആൽക്കലികളായിട്ട് കണക്കാക്കാറില്ല. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ ചുരുക്കം ചില ഓക്സൈഡുകൾക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം ഉണ്ടാവാറുണ്ട്. ഇവയെ ആംഫോറ്ററിക് ഓക്സൈഡുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, സാധാരണ ലോഹ ഓക്സൈഡുകൾ ബേസിക് സ്വഭാവം കാണിക്കുമെങ്കിലും ഒരു ചുരുക്കം ചിലത് മാത്രം ഓക്സൈഡുകൾക്ക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ ബേസിൻ്റെയും സ്വഭാവം കാണും. ഇങ്ങനെയുള്ളവയെ ആംഫോറ്ററിക് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വെള്ളത്തിലും കരയിലും താമസിക്കുന്നവയെ ആംബോറ്റേറിയൻസ് എന്ന് പറയും പോലെ ആംബോറ്ററിക് ഓക്സൈഡുകളാണ്. രണ്ട് സ്വഭാവം കാണിക്കും, ആസിഡിൻ്റെ സ്വഭാവം കാണിക്കും, ബേസിൻ്റെയും സ്വഭാവം കാണിക്കും. അതുകൊണ്ട് ഇവയെ ആംബോറ്ററിക് ഓക്സൈഡുകൾ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം Al2O3, അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡ്. ഇവയ്ക്ക് ആസിഡുകളുമായും ബേസുകളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് കഴിയും. ഇനി കാസ്റ്റിക് സോഡ സാധാരണ പേരാണ്. ഇതിൻ്റെ രാസനാമം ചോദിക്കാറുണ്ട് എക്സാമിന്. രാസസൂത്രം തന്നിട്ട് ഇത് ഏത് എലമെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ട് ആണെന്ന് ചോദിക്കാറുണ്ട്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ രാസസൂത്രം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്തത് മിൽക്ക് ഓഫ് ലൈം ഉണ്ട്. മിൽക്ക് ഓഫ് ലൈമിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതിൻ്റെ രാസസൂത്രം കാൽസ്യം CaOH2 ആണ് ഇതിൻ്റെ രാസസൂത്രം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മിൽക്ക് ഓഫ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അടുത്തത് കാസ്റ്റിക് പൊട്ടാഷ് എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. KOH ആണ് അതിൻ്റെ രാസസൂത്രം. ഇനി ആരാണ് സാൻഡ്രെ അറേനിയസ് ആണ് ആസിഡുകളെയും ബേസുകളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇവ അറേനിയസ് സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ആസിഡുകളെയും ബേസുകളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? അറേനിയസ് ആണ്. അദ്ദേഹം പറയുന്നത് ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു. അതായത് ജലീയ ലായനിയിൽ H+ അയോണുകൾ ഉണ്ടാക്കുന്നത് ആസിഡുകളും OH- അയോണുകൾ ഉണ്ടാക്കുന്നത് ബേസുകളുമാണെന്നാണ് അറേനിയസ് സിദ്ധാന്തം പറയുന്നത്. ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാക്കുന്ന രാസപ്രവർത്തനങ്ങളെ നിർവീരീകരണ പ്രവർത്തനങ്ങൾ അഥവാ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആസിഡും ബേസും കൂടെ പ്രവർത്തിച്ചിട്ട് ആസിഡിൻ്റെ സ്വഭാവം കാണത്തില്ല, ബേസിൻ്റെ സ്വഭാവം കാണത്തില്ല. ഇതിനെ നമ്മൾ നിർവീരീകരണ പ്രവർത്തനം എന്നാണ് പറയുന്നത്. NaOH ഒരു ബേസാണ്, ആസിഡ് HCl ആണ്. രണ്ടും കൂടി ചേർന്നിട്ട് NaCl ഉണ്ടാവും, ദെൻ H2O ഉണ്ടാവും. ഇനി നമ്മുടെ ആമാശയത്തിൽ ദഹന പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡ് അംശം കൂടുന്നത് കൊണ്ടാണ് നമുക്ക് വയറെരിച്ചിൽ, പുളിച്ച് തീട്ടലൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പിന്നീട് പെപ്റ്റിക് ക്യാൻസർ മുതലായ പെപ്റ്റിക് അൾസർ, ക്യാൻസർ ഇവയൊക്കെ ഉണ്ടാക്കും. ആമാശയത്തിൽ അസിഡിറ്റി കുറയ്ക്കുന്നതിന് നൽകുന്ന ഔഷധങ്ങളെ നമ്മൾ ആൻറ്റാസിഡുകൾ എന്നാണ് പറയുന്നത്. കാൽസ്യം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവയെല്ലാം രാസപദാർത്ഥങ്ങളാണ്. ഇവയെല്ലാം ആൻറ്റാസിഡുകളിലെ ഘടകങ്ങളാണ്. ഇനി നമ്മുടെ ആസിഡ് ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ് pH മൂല്യം നിർണ്ണയിക്കൽ. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറൻസൺ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. അപ്പോൾ pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? സൊറൻസൺ. എന്തിനു വേണ്ടിയിട്ടാണ്? ആസിഡും ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിനായിട്ടാണ്. ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ തന്നിട്ടുണ്ട്. 7നും കുറച്ചുള്ളത്
ആസിഡും 7 കൂടി വരികയാണെങ്കിൽ അത് ബേസുമാണ്. ജലീയ ലായനിയിലുള്ള H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിന്റെ ആസിഡ് ബേസ് സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് pH സ്കെയിൽ. pH സ്കെയിൽ പ്രകാരം നിർവീര്യ ലായനിയുടെ pH മൂല്യം 7 ആണ്. നിർവീര്യ ലായനി ഏതാണ്? 7 ആയിട്ടുള്ളത് ശുദ്ധമായ ജലമാണ്. ആസിഡുകളുടെ pH മൂല്യം 7 കുറവും ബേസുകളുടേത് 7 കൂടുതലുമായിരിക്കും. ഇനി എന്താണ് pH മീറ്റർ? ജലീയ ലായനികളുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് pH മീറ്റർ. സാധാരണ pH മീറ്ററുകൾ 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് അളന്ന ശേഷം അതിന് തത്തുല്യമായ pH മൂല്യക്ക് അതൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ pH മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചിരുന്നാൽ മതി. ജലീയ ലായനികളുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. ദെൻ കാർഷിക വിളകളും pH മൂല്യവും. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തുമുള്ള മണ്ണിൻ്റെ ഗുണം ഒരുപോലല്ല. മണ്ണിൻ്റെ ഗുണവും നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന കാർഷിക വിളകളുടെ എണ്ണവും ഗുണവും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് അസിഡിറ്റി കൂടാൻ പാടില്ല, ബേസികത കൂടാൻ പാടില്ല, എല്ലാം കണക്കായിട്ട് തന്നെ വരണം. എന്നാൽ മാത്രമേ കാർഷിക വിളകൾ വളരെ നന്നായിട്ട് പുഷ്ടിച്ച് വരത്തുള്ളൂ. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ജലലഭ്യത, മണ്ണിൻ്റെ ഘടന ഇവയൊക്കെ കാർഷിക വിളയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പൊതുവെ 6.5 മുതൽ 7.2 വരെ pH മൂല്യമുള്ള മണ്ണാണ് അധിക വിളകൾക്കും യോജിച്ചത്. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് pH 7 മുതൽ 8 വരെയാണ് വേണ്ടത്. അതായത് ബേസികത കൂടുതൽ വേണം. എന്നാൽ pH 5 മണ്ണാണ് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അഭികാമ്യം. ഉരുളക്കിഴങ്ങിനൊക്കെ pH 5 അസിഡിറ്റി വേണം. ദെൻ ആസിഡും ആൽക്കലിയും പൂർണ്ണമായി പ്രവർത്തിച്ച് ലവണവും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അഥവാ നിർവീര്യീകരണം എന്നാണ് പറയുന്നത്. ഇനി പലതരത്തിലുള്ള ലവണങ്ങളും അതിൻ്റെ രാസസൂത്രമാണ് നോക്കുന്നത്. മഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 ആണ്. കാൽഷ്യം സൾഫേറ്റ് CaSO4 ആണ്. അലുമിനിയം സൾഫേറ്റ് Al2SO4 ആണ്. സോഡിയം നൈട്രേറ്റ് NaNO3, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് K3PO4. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കുക. ദെൻ ലവണങ്ങൾ ഉരുകുകയോ ജലത്തിലേക്കോ ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണായും നെഗറ്റീവ് അയോണായും വേർപിരിയുന്നു. ഇങ്ങനെയുള്ള ഏതാനും പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പൊട്ടാസ്യം അയോൺ K+, സിങ്ക് അയോൺ Zn2+, ഫെറസ് അയോൺ Fe2+, ഫെറിക് ആണെങ്കിൽ Fe3+ ആണ്. കുപ്രസ് അയോൺ ആണെങ്കിൽ Cu+ ആണ്. എന്നാൽ കുപ്രിക് അയോൺ ആണെങ്കിൽ Cu2+ ആണ്. അമോണിയം അയോൺ NH4+ ആണ്. മാംഗനസ് അയോൺ Mn2+ ആണ്. ഹൈഡ്രോക്സൈഡ് അയോൺ OH- ആണ്. കാർബണേറ്റ് അയോൺ CO3 2- ആണ്. എന്നാൽ ബൈകാർബണേറ്റ് വരുമ്പോൾ അവിടെ HCO3- ആവും. നൈട്രേറ്റ് അയോൺ NO3 ആണ്. സൾഫേറ്റ് അയോൺ SO4 2- ആണ്. എന്നാൽ ബൈ സൾഫേറ്റ് വരുമ്പോൾ അവിടെ ഹൈഡ്രജനും കൂടി വരും, HSO4- ആവും. ദെൻ ഫോസ്ഫേറ്റ് അയോൺ ആണെങ്കിൽ PO4 3- ആണ്. ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ ആണെങ്കിൽ അവിടെ 2 ഹൈഡ്രജൻ വരും, ഹൈഡ്രജൻ H2PO4- ആണ്. ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണ്. അവയിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 ആയതുകൊണ്ടാണ് ലവണങ്ങൾ എന്താവുന്നത്? നിർവീര്യമായിട്ട് മാറുന്നത്. ഇനി ഓരോ ലവണങ്ങളുടെ പേരും അവയുടെ രാസനാമവും അതിൻ്റെ രാസസൂത്രവും അവരെവിടേക്ക് ഉപയോഗിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് കറിയുപ്പ്, സോഡിയം ക്ലോറൈഡ് ആണ്. രാസസൂത്രം NaCl, ശീതമിശ്രിത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് ഇന്ദുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ദുപ്പിൻ്റെ രാസനാമം. പൊട്ടാസ്യം ക്ലോറൈഡ് KCl ആണ് രാസസൂത്രം. ഇവ സാധാരണ ഹെൽത്തി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ദുപ്പ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് തുരിശ്, കോപ്പർ സൾഫേറ്റ് ആണ്. ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിൻ്റെ രാസസൂത്രം CuSO4 5H2O ആണ്. കുമിൾനാശിനിയായിട്ടാണ് തുരിശ് ഉപയോഗിക്കാറുള്ളത്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ NaHCO3 ആണ്. ദെൻ അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. ഇതിൻ്റെത് പഠിച്ചു വെച്ചേക്കണം. Na2CO3 10H2O ആണ് അലക്കുകാരത്തിൽ വരുന്നത്. ഗ്ലാസ് നിർമ്മാണത്തിനും അലക്കുകാരം ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ജിപ്സം, കാൽഷ്യം സൾഫേറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാസസൂത്രമാണ്. CaSO4 2H2O ആണ് ജിപ്സത്തിൻ്റെ രാസസൂത്രം. ഇനി വിവിധ ലിക്വിഡുകളും അവയുടെ പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യമാണ്. വിനാഗിരിയുടെ pH മൂല്യം 4.2 ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെത് 10.5, പാലിൻ്റെത് 6.4, ജലത്തിൻ്റെത് 7 ആണ്.
ടൂത്ത് പേസ്റ്റിൻ്റെത് 8.7 രക്തത്തിൻ്റെത് 7.4 PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചു വരുന്നതാണിത്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് തന്നെ നോട്ട് കുറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.